പ്രൈസ് ദി ലോർഡ്. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. കാനായിലെ വിവാഹ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ ഈ അത്ഭുതം യേശു ചെയ്തപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ കാണുന്നു. അമ്മയുടെ മാധ്യസ്ഥം ആ കുടുംബത്തിൻ്റെ വേദനയിൽ, തകർച്ചയിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടായതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ അമ്മയുടെ മാധ്യസ്ഥം സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ സ്വർഗീയ രാജ്ഞിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അമ്മയുടെ ശിരസ്സിൽ ആ സ്വർഗീയ കിരീടം വെച്ചതിന് ശേഷം ഇന്നുവരെയുള്ള ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അമ്മ അനേകം സ്ഥലങ്ങളിൽ അനേകം വ്യക്തികൾക്ക് പ്രത്യക്ഷപ്പെട്ടത് കാണുവാനായിട്ട് സാധിക്കും. അമ്മ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് മനുഷ്യ മക്കളിലേക്ക് ഇറങ്ങി വന്നു, അമ്മ എന്തിനു വേണ്ടി പ്രത്യക്ഷപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണങ്ങൾ തിന്മ ഇല്ലാതെയാക്കാനും തിന്മ വരാതിരിക്കാനും അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പകർച്ചവ്യാധികൾ ഉള്ളിടങ്ങളിൽ അതിൽ നിന്നും ആ ജനത്തെ രക്ഷിക്കുവാനായിട്ട് അമ്മ ഇറങ്ങി വരുന്നു. വിപ്ലവങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അതിൽ നിന്നും മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി അമ്മ കടന്നു വരുന്നു. കത്തോലിക്ക വിശ്വാസികൾക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ, മതപീഡനങ്ങൾ എവിടെയൊക്കെ നടക്കുന്നുവോ അവിടെ പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്നു. അതുപോലെ തന്നെ അന്യദൈവങ്ങളെ ആരാധിക്കുക, അന്ധവിശ്വാസത്തിൽ കഴിയുക, അവിടെയെല്ലാം രക്ഷിക്കുവാനായി അമ്മ ഇറങ്ങി വരുന്നു. അമ്മ പ്രത്യക്ഷപ്പെടുന്നു. അമ്മ നടത്തിയ പ്രത്യക്ഷീകരണങ്ങളിൽ 10ഓളം പ്രത്യക്ഷീകരണം സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്നതാണ്. അതിൽ ചിലത് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. നമുക്കതേക്കുറിച്ച് ധ്യാനിക്കാം. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന അമ്മ നടത്തിയ പ്രത്യക്ഷീകരണത്തിൽ ഒരെണ്ണം 1830 നവംബർ മാസം 27 വൈകുന്നേരം 5:30 ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഈ സമൂഹത്തിലെ നോവിസസ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാതറിൻ ലെബോറ എന്ന ഒരു സിസ്റ്ററിന് മാതാവിൻ്റെ അത്ഭുതകരമായ ദർശനമുണ്ടാവുകയാണ്. അൾത്താരയുടെ സൈഡിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. അതിനടുത്ത് വലിയൊരു ദിവ്യപ്രകാശം ഉദിച്ചു വരുന്നത് അവൾ കാണുന്നു. പരിശുദ്ധ അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. അമ്മയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ
നീണ്ട 2 കൈകളുള്ള പാദോളം നീളത്തിലുള്ള തൂവെള്ള വസ്ത്രം, നീല കളറുള്ള ഒരു പുറംകുപ്പായം, പ്രഭാത വെളിച്ചം പോലെയുള്ള തലയിലുള്ള ഒരു തുണി. ഇതാണ് അമ്മയുടെ വസ്ത്രധാരണം. ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ 2 കൈകളിങ്ങനെ വിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആ 2 കരങ്ങളിൽ നിന്നും പ്രകാശരശ്മികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രകാശരശ്മികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഒരു സ്വരം കേൾക്കുകയാണ്. ആ സ്വരം ഇപ്രകാരമാണ്: ഈ പ്രകാശരശ്മികൾ അമ്മ മക്കളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അളവറ്റ അനുഗ്രഹങ്ങളാണ്. ഈ അമ്മയുടെ ചിത്രത്തിന് ചുറ്റിലും അണ്ഡാകൃതിയിൽ കുറച്ച് വാക്കുകൾ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിച്ചു. അതിപ്രകാരമാണ്: ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, അങ്ങിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നോട് ചോദിക്കുന്നവരെ മേൽ ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. അതോടൊപ്പം തുടർന്ന് ആ പ്രകാശരശ്മികളിങ്ങനെ മങ്ങി വരുന്നതായിട്ട് അവൾ കാണുകയാണ്. അമ്മയോട് ചോദിച്ചു, ഈ പ്രകാശരശ്മികൾ ഇങ്ങനെ മങ്ങി വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഓരോ നിമിഷവും അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ മങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ കാശ്യരൂപത്തിൻ്റെ മറുഭാഗം അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കാശ്യരൂപത്തിൻ്റെ മറുഭാഗം ഇപ്രകാരമാണ്: നടുക്ക് യം എന്നെഴുതിയ ഒരക്ഷരം, അതിന് മുകളിൽ ഒരു കുരിശ്, അതിൻ്റെ അടിഭാഗത്തായിട്ട് കർത്താവിൻ്റെ തിരുഹൃദയവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും, അതിന് ചുറ്റിലും അണ്ഡാകൃതിയിൽ 12 നക്ഷത്രങ്ങളും തെളിഞ്ഞു നിൽക്കുന്നതായി അവൾ കണ്ടു. പ്രിയമുള്ളവരെ, അത്ഭുത മെഡലിൻ്റെ ഈ കാശ്യരൂപം അമ്മ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അമ്മ പറയുകയാണ്: ഇതുപോലെയുള്ള കാശ്യരൂപം ഉണ്ടാക്കുക. എന്നിട്ട് അമ്മ അവളോട് പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ കാശ്യരൂപം ഭക്തിപൂർവം ആര് ധരിക്കുന്നുവോ, ഇതിൽ എഴുതിയിരിക്കുന്നത് ആര് ഭക്തിപൂർവം ഉരുവിടുന്നുവോ, അവരെല്ലാവരെയും ഞാൻ ഭക്തിപൂർവം സംരക്ഷിക്കും. എന്നിട്ട് അമ്മ പറഞ്ഞു, നിൻ്റെ ആത്മീയ ഗുരുവായ കുമ്പസാരക്കാരനോട് ഈ കാര്യം നീ തുറന്നു പറയുക. പ്രിയമുള്ളവരെ, ഈ കാതറിൻ ലെബോറ എന്നുള്ള കൊച്ചു കന്യാസ്ത്രീ കുമ്പസാരക്കാരനായ ഫാദർ ആൾഡൻ CM അദ്ദേഹത്തോട് പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇതിലൊന്നും നീ വിശ്വസിക്കേണ്ട, മാത്രമല്ല ഇതേക്കുറിച്ച് ആരോട് നീ പറയുകയും വേണ്ട. പലവട്ടം അവൾ കുമ്പസാരക്കാരനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം അതുണ്ടാക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. അതിനുവേണ്ടി പാരീസിലുള്ള കർദിനാളിൻ്റെ അടുക്കൽ പോയി അനുവാദം വാങ്ങി. അങ്ങനെ 1831 ജൂൺ മാസം 30-ാം തീയതി 1500 മെഡലുകൾ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, 1830കളിൽ ഫ്രഞ്ചിൽ തുടർച്ചയായി വിപ്ലവങ്ങൾ നടക്കുന്നൊരു കാലഘട്ടം. അതുമൂലം ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനം, ഈ കൊടും ദാരിദ്ര്യത്തിൽ അവിടെ ഒരു പകർച്ചവ്യാധി ഉണ്ടാവുകയാണ്. അത് കോളറയാണ്. ഈ സമയത്ത് 1831 1,84,000 ആളുകൾ മരണപ്പെടുകയാണ്.
ഈ സമയത്ത് ഉണ്ടാക്കിയ ഈ മെഡലുകൾ ജനങ്ങൾക്കിടയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ജനങ്ങൾ ധരിക്കുകയും ചെയ്തു. അങ്ങനെ അനേകം വ്യക്തികൾ രോഗത്തിൽ നിന്ന് മടങ്ങി വരുന്നു. ഫ്രാൻസിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു. സഹോദരങ്ങളെ, ജനങ്ങൾ തന്നെയാണ്, ഈ മെഡൽ ധരിച്ച അനുഭവമുള്ള ജനങ്ങൾ തന്നെയാണ് അത്ഭുത മെഡൽ എന്നുള്ള ആ പേര് ഇട്ടത്. സഹോദരങ്ങൾ, ഫ്രാൻസിൽ നടക്കുന്ന ആ വിപ്ലവത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, ദാരിദ്ര്യത്താൽ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, രോഗത്താൽ വേദനിക്കുന്ന ജനങ്ങൾ, പകർച്ചവ്യാധിയിലൂടെ ഒത്തിരി ആളുകൾ മരിക്കുന്നു. ഈ സമയത്ത് ആ ഫ്രാൻസിലെ ജനതയോട് അമ്മയ്ക്ക് കരുണയുണ്ടാവുകയും അമ്മ പ്രത്യക്ഷപ്പെട്ട് കാതറിൻ ലെബോറ എന്ന കൊച്ചു കന്യാസ്ത്രീക്ക് ഈ അത്ഭുത മെഡല് കാണിച്ചു കൊടുക്കുകയും ഇത് ഉണ്ടാക്കി ധരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്ക് ജനത്തോടുള്ള ആ കരുണയാണ്, സ്നേഹമാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഒരു ദൈവ പൈതലും നശിച്ചു പോകാൻ പാടില്ല, ആരെയും നഷ്ടപ്പെടാൻ പാടില്ല. സഹോദരങ്ങളെ, അന്ന് കോളറയായിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടം എടുത്താൽ ഇന്ന് കോളറയല്ല, കൊറോണയാണ്. ഇന്ന് കൊറോണ വൈറസ് മൂലം ഈ ലോകം തകർന്നുകൊണ്ടിരിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു, കോടിക്കണക്കിന് ആളുകൾക്ക് ഈ രോഗമുണ്ടായി. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും രോഗികളുടെ എണ്ണം എടുക്കുമ്പോൾ ഉണ്ടാകുന്നതിൽ 65-70% രോഗികളും കേരളത്തിലാണ്. അന്ന് ഫ്രാൻസിൽ ഈ കോളറ എന്നുള്ള ആ പകർച്ചവ്യാധി അതുണ്ടായപ്പോൾ ഇത് ധരിക്കുവാൻ പറഞ്ഞു. ധരിച്ചു മൂലം രക്ഷപ്പെട്ടുവെങ്കിൽ സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കൊറോണ വൈറസ്, ഈ പകർച്ചവ്യാധി ഈ നിമിഷത്തിൽ, ഈ സാഹചര്യത്തിൽ അത്ഭുത മെഡലിൻ്റെ ഒരു കാശുരൂപം വാങ്ങി അത് ധരിക്കുകയാണെങ്കിൽ തീർച്ചയായും അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഉണ്ടാകും. ഇന്നും അമ്മയ്ക്ക് നമ്മളോട് കരുണയാണ്, സ്നേഹമാണുള്ളത്. ഇനി മറ്റൊരു പ്രത്യക്ഷീകരണം നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, പ്രിയമുള്ളവരെ, ലൂർദിൽ നടന്ന ഒരു പ്രത്യക്ഷീകരണമാണ്. 1858 ബർണദീത്ത എന്ന ഒരു പെൺകുട്ടിക്ക് ഏകദേശം 18 പ്രാവശ്യം അമ്മ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അമ്മ പ്രത്യക്ഷപ്പെട്ട് എന്താ പറഞ്ഞത്? ഞാൻ അമലോത്ഭവയാകുന്നു, ഇവിടേക്ക് മെഴുകുതിരികൾ കത്തിച്ച് ആളുകൾ നിരനിരയായി വരട്ടെ, ഇവിടെ ഒരു ദേവാലയം പണിയുക, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സന്ദേശം അമ്മ കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുവാനായിട്ടുള്ള കാരണം എന്താണ്? 1759 ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന ഒരു കാലഘട്ടം. കത്തോലിക്ക വിശ്വാസികളോട് ഫ്രഞ്ച് വിപ്ലവകാരികൾക്ക് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ്. പുരോഹിതന്മാരെ തുറുങ്കലിൽ അടയ്ക്കുന്നു, ദേവാലയങ്ങൾ അടച്ചിടുന്നു. അങ്ങനെ കത്തോലിക്ക സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ഫ്രഞ്ച് വിപ്ലവം തുടങ്ങി ഏകദേശം 4 വർഷം കഴിഞ്ഞപ്പോൾ 1792 പ്രിയമുള്ളവരെ, അവിടെ നോട്ടർഡാം ദേവാലയത്തിൻ്റെ ആ പ്രധാന ബലിപീഠത്തിൽ ഈ ഫ്രഞ്ച് വിപ്ലവകാരികൾ എന്ത് ചെയ്തു? മഹാപരസ്യവേശിയായ ഒരു സ്ത്രീയെ അർത്ഥനഗ്നയാക്കിയിട്ട് അവിടെ കിടത്തിയിട്ട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ളതിന് പകരം യുക്തിദേവതയെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ അവഹേളിക്കുന്നു. കത്തോലിക്ക വിശ്വാസികളെ അവഹേളിക്കുന്നു, പുച്ഛിക്കുന്നു. കത്തോലിക്ക വിശ്വാസത്തെ മലിനപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായപ്പോൾ പ്രിയമുള്ളവരെ,
അവിടെ നമുക്ക് അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഞാൻ അമലോത്ഭവയാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിരനിരയായി മെഴുതിരികൾ കത്തിച്ച ആളുകൾ ഇവിടെ വരട്ടെ. സഹോദരങ്ങളെ, ഇവിടെ ഒരു ദേവാലയം പണിയുക. അവിടെ എന്താ സംഭവിച്ചേ? ഇന്ന് ലൂർദിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ലോകം കണ്ട ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം ലൂർദാണെന്ന് പറയാം. കാരണം എന്താ? ഓരോ ദിവസവും അവിടെ മാനസാന്തരപ്പെടുന്ന ആളുകളുടെ എണ്ണം ഒട്ടേറെയാണ്. അവിടെ വരുന്ന ജനം, പാപികൾ മാനസാന്തരപ്പെടുന്നു. അതുപോലെ അവിടെ വരുന്ന ജനങ്ങൾ, വീൽ ചെയറിലിരിക്കുന്ന രോഗികൾ, അവർ സൗഖ്യം പ്രാപിക്കുന്നു. ഒത്തിരി പേര് രോഗ സൗഖ്യം കിട്ടി അവിടെ നിന്ന് പോകുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടത് കത്തോലിക്ക വിശ്വാസത്തെ എതിർക്കുന്ന ആ ജനം, ഫ്രഞ്ച് വിപ്ലവകാരികൾ, അവർ വേദനിക്കുന്ന ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മയുടെ കരുണയാണ്, അമ്മയുടെ സ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, ഇന്നും കത്തോലിക്ക വിശ്വാസം അവഹേളിക്കപ്പെടുമ്പോൾ, കത്തോലിക്ക വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, സഭ പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തു ചെയ്യണം? പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ജപമാല കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും മാനസാന്തരങ്ങൾ സമൃദ്ധമായിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, അമ്മയുടെ ഈ 2 പ്രത്യക്ഷീകരണങ്ങൾ ഇന്ന് നിങ്ങൾ ധ്യാനിക്കുക. പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ, വിപ്ലവമുണ്ടായപ്പോൾ, ദാരിദ്ര്യമുണ്ടായപ്പോൾ, ആളുകൾ മരിക്കുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈ അത്ഭുത മെഡൽ നിങ്ങൾ ധരിക്കുക, നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. അമ്മയുടെ കരുണയാണ്, അമ്മയുടെ സ്നേഹമാണ്. ഫ്രാൻസിലെ ലൂർദിൽ ഫ്രഞ്ച് വിപ്ലവം നടന്നപ്പോൾ അമ്മ പറഞ്ഞു, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇവിടെ ദേവാലയം പണി, നിരനിരയായ ആളുകൾ മെഴുതിരി കത്തിച്ച് വരട്ടെ. അങ്ങനെ പ്രാർത്ഥന നടന്നപ്പോൾ പ്രിയമുള്ളവരെ, അവിടെ ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നൊരു സ്ഥലമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കുക, പരിശുദ്ധമ്മ നമ്മുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ, പരിശുദ്ധമ്മ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആ ജപമാല കയ്യിലെടുത്ത് ജപമാല ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. അത്ഭുത മെഡലിൻ്റെ ആ കാശുരൂപം വാങ്ങി ശരീരത്തിൽ ധരിക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സഹായം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കും. അതിനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, ഇന്ന് കത്തോലിക്ക വിശ്വാസം അവഹേളിക്കപ്പെടുമ്പോൾ, കത്തോലിക്ക വിശ്വാസികൾ ആക്രമിക്കപ്പെടുമ്പോൾ, ഇന്ന് ഈ ലോകത്ത് പകർച്ചവ്യാധി ഉണ്ടാകുമ്പോൾ, വിപ്ലവങ്ങൾ നടക്കുമ്പോൾ, അമ്മേ മാതാവേ, വേദനിക്കുന്ന ഓരോ മകന് വേണ്ടി, മകൾക്ക് വേണ്ടിയും പ്രിയകുമാരൻ്റെ അടുക്കൽ അമ്മ മാധ്യസ്ഥം അയച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ഗാനം ആലപിച്ചുകൊണ്ട് ആത്മശക്തിയിൽ നിറയാം. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനീ, തന്നാലും നാഥ നിൻ ജീവനെ നിത്യസഹായകനീ. അകതാരിലുണർവിൻ്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ, വരദാനവാരിതെ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ.
ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുവചനമാണ്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് നടത്തപ്പെട്ട വിചാരണയിലും വിധിയിലും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കള്ളസാക്ഷ്യങ്ങൾക്കുമൊക്കെ ഈശോ കൊടുത്ത മറുപടിയിൽ ഏറ്റവും ഒടുവിലത്തേതാണിത്: ഞാൻ വന്നിരിക്കുന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാനാണ്. ലോകത്ത് ഒരു കോടതിയും ഇപ്രകാരം ഒരു വിധി ഈശോയ്ക്കെതിരെ പുറപ്പെടുവിച്ചതുപോലെ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടാകില്ല. ഞാൻ ഇവരിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്നു പറഞ്ഞ അതേ കോടതിക്ക് തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങി കുറ്റമൊന്നും കാണാതിരുന്നിട്ടും ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടി വരുന്നു. ഒരു ന്യായാധിപന് കൈ കഴുകി അതിൽ നിന്നും ഒഴിവാകേണ്ടി വരുന്നു. അസത്യം കൊടികുത്തിവാണ ഒരു വിചാരണയും വിധിയും. അവിടെ അചഞ്ചലനായി നിന്നുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാനാണ്. ഈശോയുടെ പരസ്യജീവിതം മുഴുവൻ എടുത്തു നോക്കിയാൽ സത്യത്തിന് സാക്ഷ്യം നൽകുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. സമ്മർദ്ദങ്ങൾക്ക് ഈശോ ഒരിക്കലും വഴങ്ങിയിരുന്നില്ല. തെറ്റിനെ തെറ്റാണ് എന്ന് പറയുന്നതിന് ഒരു സമ്മർദ്ദങ്ങൾക്കും അവൻ വഴങ്ങിയിരുന്നില്ല. ഒരു പ്രീതിപ്പെടുത്തലുകൾക്ക് വേണ്ടിയും ഈശോ മുഖം നോക്കിയിരുന്നില്ല, അല്ലെങ്കിൽ സത്യത്തെ മറച്ച് പിടിച്ചിരുന്നില്ല. എല്ലാവരോടും അവൻ സംസാരിച്ചത് മുഴുവൻ സത്യമായിരുന്നു. അതിലെ കുറേയേറെ വചനങ്ങൾ എങ്ങനെയാണ്: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ചില കാര്യങ്ങളൊക്കെ ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇന്നത്തെ സമൂഹത്തിന് അത് വിമർശനാത്മകമായി തോന്നാൻ സാധ്യതയുണ്ട്. പ്രമാണിമാർക്ക് അതിനോടൊരിക്കലും അംഗീകരിച്ചുകൊണ്ട് ചേർന്ന് നിൽക്കാൻ കഴിയുകയില്ല എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഈശോ സത്യത്തിൽ വെള്ളം ചേർത്തില്ല. ഈശോ പോലും പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ അതേ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതേ എന്ന് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ മനസ്സിൽ നമ്മൾ അല്ല എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരോട് അതേ എന്ന് പറയാതിരിക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ അല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അല്ല എന്ന് തന്നെ ആയിരിക്കട്ടെ ഉത്തരം. സത്യമുള്ളവരായിട്ട് ജീവിക്കുക, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് ജീവിക്കുക. പല അർത്ഥതലങ്ങളുള്ള ഒരു വചനഭാഗമാണെങ്കിലും നമുക്കിന്ന് ഈ ചെറിയ ശുശ്രൂഷയിൽ ഇങ്ങനെ അതിനെ ഉപസംഹരിക്കാം: സത്യം സംസാരിക്കാൻ. തല പോയാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അതിനെ തുടർന്ന് നേരിടേണ്ടി വന്നാലും എല്ലായ്പ്പോഴും സത്യം പറയുവാനുള്ള ഒരു മനസ്സ്, അതിനുവേണ്ടി എന്തൊക്കെ സങ്കടങ്ങൾ ഏറ്റെടുക്കാനും, സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും, എന്തൊക്കെ അതൃപ്തികൾ ഏറ്റെടുക്കാനും തയ്യാറാകാം. സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ വിചാരണയിലും വിധിയിലും സത്യത്തോട് ചേർന്ന് നിന്ന ക്രിസ്തുവിനോടാണ് നമ്മൾ താതാത്മ്യപ്പെടുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും
ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലാം. എന്റെ രാജ്ഞിയായ അമ്മേ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള എന്റെ ഭക്തിയെ പ്രകടമാക്കുന്നു. ഈ ദിവസത്തെയും കണ്ണിനെയും കാതുകളെയും നാവിനെയും ഹൃദയത്തെയും എന്റെ സർവസ്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആയതുകൊണ്ട് എന്റെ നല്ല അമ്മയെ, എന്നെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് കാത്തുരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ വാലാക പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇതാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ഓരോ പുണ്യങ്ങളും നമ്മളിലും നിറയുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശ എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ.
പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശ്രമശീലം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. എന്റെ ഹൃദയത്തിൽ വെളിച്ചം വീശണമേ. പരിശുദ്ധാത്മാവേ എന്റെ മനസ്സിലേക്ക് എഴുന്നള്ളി വരണമേ. ദൈവീക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ എന്റെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ. ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ മറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതാക്കി മാറ്റണമേ. പുണ്യങ്ങളാൽ നിറച്ച് പരിശുദ്ധിയുടെ പൂമാല ചാർത്തണമേ. അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയം അങ്ങയുടെ സ്വന്തമാക്കണമേ. അങ്ങേക്കുള്ള കാഴ്ചവസ്തുവായി എന്റെ ഹൃദയത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കണമേ. അങ്ങയുടെ ഹൃദയത്തെ
മറ്റുള്ളവർ അറിയുവാൻ എന്നെ അങ്ങയുടെ ഉപകരണമായി മാറ്റണമേ. പന്തക്കുസ്ത പ്രാർത്ഥനയും നമ്മൾ ചൊല്ലുന്നു. ഏറ്റുചൊല്ലാം. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മാറ്റണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ നിറയ്ക്കണമേ. ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ. ഓ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ ഹൃദയത്തിൽ എന്നെ പ്രതിഷ്ഠിക്കണമേ. പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ. അങ്ങനെ ഞാൻ അങ്ങയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.